ഹായ് എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമുക്കിന്ന് ഒരു റീഡിങ് നോക്കാം. നിങ്ങളുടെ പേഴ്സണും ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജിയാണ് നോക്കുന്നത് കേട്ടോ. സോ വേഗം റീഡിങ് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു കാർഡാണ് എടുക്കുന്നത്. ദിസ് ഷഫിൾ ചെയ്യട്ടെ. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്. ആദ്യം നിങ്ങളുടെ തേർഡ് പാർട്ടി എനർജി എടുക്കാം. ഓക്കെ, ഒരു 3 കാർഡ്സ് വന്നിട്ടുണ്ട്. കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് തേർഡ് പാർട്ടി എനർജി പറയുന്നത്. സോൾ കോൺട്രാക്ട്, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. തേർഡ് പാർട്ടി എനർജി 2 കാർഡും കൂടി എടുക്കാം. അബാൻഡൻമെന്റ് ഇഷ്യൂ, സെപ്പറേഷൻസ്. ഓക്കെ, ലാസ്റ്റ് കാർഡ് പ്ലെയർ. നല്ല കാർഡ്സാണ് വന്നിട്ടുള്ളത് തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത്. സോ തേർഡ് പാർട്ടി കാർഡ്സ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. സോൾ കോൺട്രാക്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ആത്മബന്ധമാണുള്ളത്. കോൺട്രാക്റ്റ് വേണം. അൺകണ്ടീഷണൽ ലവ്, അതിൽ അവർക്കും ഒരു അൺകണ്ടീഷണൽ ലവ് പഠിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. മേ ബി തേർഡ് പാർട്ടിക്കും കാർമിക് എനർജി അല്ലേ, അവർക്ക് കണ്ടീഷൻ സ്നേഹമല്ലേ. അപ്പോൾ അവരും അൺകണ്ടീഷണൽ ലവ് പഠിപ്പിക്കുന്നുണ്ട്. മേ ബി തേർഡ് പാർട്ടിയുടെ ലൈഫിൽ അവരുടെ റൈറ്റ് പാർട്ട്ണർ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് അബാൻഡൻമെന്റ് ഇഷ്യൂ, സെപ്പറേഷൻസ് ആൻഡ് എ പ്ലെയർ. അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരും ഒരു പ്ലെയർ ആയിരുന്നു. അവർ നിങ്ങളെയും പറ്റിച്ചു അല്ലേ. ആ ഒരു എനർജി അവർക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് മേ ബി അവരെ തേർഡ് പാർട്ടീനെ ഒരു പ്ലെയർ എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് അബാൻഡൻമെന്റ് ആണ് കാണിക്കുന്നത്. പല രീതിയിലും നിങ്ങളുടെ പേഴ്സൺ അവരെ അബാൻഡൻമെന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഒരു അബാൻഡൻമെന്റ് ഇഷ്യൂ ഉണ്ട്, റിജക്ഷൻ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും തേർഡ് പാർട്ടി കയറി വന്നത്. അവരുടെ ലൈഫിൽ അവരെ ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ആക്സെപ്റ്റൻസ് കിട്ടാത്ത കുട്ടിയായിരിക്കാം. ഐ മീൻ എനർജി ആയിരിക്കാം. പാരൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഇന്നർ ചൈൽഡ് ഇഷ്യൂ ഉള്ളതായിരിക്കാം തേർഡ് പാർട്ടി എനർജി പറയുന്നത്. അതുകൊണ്ടാണ് അബാൻഡൻമെന്റ് ഇഷ്യൂ കാണിക്കുന്നത്. അവർ തമ്മിൽ സെപ്പറേഷൻ പോലെയാണ്. മേ ബി നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും അവർ തമ്മിലുള്ള ആ ഒരു എനർജി അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ സോൾ കോൺട്രാക്ട് ഇതിൽ പല സ്റ്റേജിലുള്ളവരുണ്ടായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക കേട്ടോ. സോ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, അവർ തമ്മിലൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ്. ആ ഒരു കോൺട്രാക്റ്റ് ആണ്. കാരണം അതെന്തുകൊണ്ടാണ് ആ ഒരു റിലേഷൻ വന്നത്, ഒരു സോൾ കോൺട്രാക്റ്റ് ആണ്. കുറച്ച് നാൾ നിങ്ങളെ പേഴ്സൺ നിങ്ങളിത് വിട്ട് നിൽക്കണം. അതിൽ നിങ്ങൾക്ക് അവേക്കണിങ് വരണം, അതിലൂടെ അവർക്കും അവേക്കണിങ് വരണം. അതാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ജെൻഡർ റോൾസ്, അവരവരുടെ റോളാണ് ഇപ്പോൾ ചെയ്യുന്നത്. രണ്ടുപേരും അവരുടെ ആത്മാർത്ഥത കാണിക്കുന്നില്ല, അതാണ് ഇത് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ജെൻഡർ റോൾസ് ആണ് കാണുന്നത്. ഓക്കെ, സെപ്പറേഷൻസ് ആണ്. അവർ തമ്മിൽ എന്തൊക്കെയോ സെപ്പറേഷൻസ്, മെൻ്റൽ സെപ്പറേഷൻ, ഇമോഷണൽ സെപ്പറേഷൻ, ഫിസിക്കൽ സെപ്പറേഷൻസ് പോലും ഉണ്ട്. പ്ലെയർ എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയില്ലേ, പേഴ്സൻ്റെ തേർഡ് പാർട്ടി എനർജിയാണ്. ഞാൻ കുറച്ചുകൂടി ചിറ്റ്സ് എടുത്തിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഒരുപാട് കുറേ സംസാരിക്കുന്നില്ല. എന്തോ എനിക്ക് പെട്ടെന്നൊരു കോൾഡൊക്കെ വന്നത് റീഡ് ചെയ്യുമ്പോൾ. പൈസസ്, മേ ബി നിങ്ങളുടെ തേർഡ് പാർട്ടി പൈസസ് ആയിരിക്കാം. വാട്ടേഴ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആയിരിക്കാം. ട്രയംഫ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അവർക്ക് പലതും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി, അവരിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുകയാണ്. കാരണം അവർ ഒറ്റപ്പെടുമെന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, അത് പലതും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ക്ഷമയോടെ പ്ലാൻ ചെയ്യുന്നത്. 7 നമ്പറാണ് ഒന്നുകൂടി കാണിക്കുന്നത്. 776 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 7 എന്നൊക്കെ പറഞ്ഞാൽ യൂണിവേഴ്സൽ കോളിംഗ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് പല രീതിയിൽ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തെറ്റായിട്ട് ഒരു കണക്ഷനിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് ബോധ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അതാണ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് കാണിക്കുന്നത്. പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ ഫ്യൂച്ചർ ലൈഫ്. ഓക്കെ, പൈസസ് ആയിരിക്കാം ചിലപ്പോൾ, എല്ലാവർക്കും ആവണമെന്നില്ല. ട്രയംഫ്, അവർക്ക് വിജയം, സക്സസ് കൊണ്ടുവരണം, അവരുടെ ലൈഫ് ഇനി വിജയിക്കണം, അവരെ ഒറ്റപ്പെടും എന്നുള്ളൊരു ബോധ്യമൊക്കെ വന്നു തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അവർ കണ്ടുപിടിക്കണം. അൺകണ്ടീഷണൽ അവർ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലാരിറ്റി വരുന്നുണ്ട്. അതാണ് ഈ ഒരു തേർഡ് പാർട്ടി എനർജി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേഴ്സൻ്റെ നോക്കിയാലോ. കറൻറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് പെട്ടെന്ന് എനിക്ക് ഇൻഡ്യൂഷനിൽ ഈ റീഡിങ് ചെയ്യാൻ തോന്നിയതാണ് കേട്ടോ. ഷഫിൾ ചെയ്യട്ടെ. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്.
എന്താണിത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ. ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ. അവരും മായാലോകത്തു നിന്ന് പുറത്ത് കടക്കുന്നുണ്ട്. സോൾമേറ്റ്, അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ആത്മാവിൻ്റെ പാതിയാണെന്ന്. അവർക്ക് ട്വിൻ ഫ്ലെയിം എന്ന വേർഡ് ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. സോൾമേറ്റ് ആയിരിക്കും ആദ്യം അറിയുന്നുണ്ടായിരിക്കാം. കിഡ്സ്, മേ ബി തേർഡ് പാർട്ടിയുമായിട്ട് കിഡ്സ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ബാലൻസിങ് എനർജി, അവരവരുടെ എനർജീസ് ബാലൻസ് ചെയ്യുന്നു. മാസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യുന്നു. ക്രൈയിങ് ആൻഡ് ഡിപ്രഷൻ, നല്ല വേദനയുണ്ട് അവർക്ക്. അത് നമുക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യാം. രാത്രിയൊക്കെ പെട്ടെന്ന് ഹാർട്ട് പെയിൻ വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് തുമ്മൽ, അല്ലെങ്കിൽ ഒരു കരച്ചിൽ വരാം നമുക്കൊക്കെ. കാരണം ഇത് അവരുടെ പെയിനാണ്, നമുക്ക് റിസീവ് ആവുന്നതാണ്. അൺകണ്ടീഷണൽ ലവ്, യെസ്, തേർഡ് പാർട്ടിയും അൺകണ്ടീഷണൽ ലവ് പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും അൺകണ്ടീഷണൽ ലവ് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ്, യു ക്യാൻ ഡു ദിസ്. ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ അവർ കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. പണ്ട് ഭയങ്കര റിജിഡ് ചിന്താഗതിയാണ്, റിജിഡാണ് അവർക്ക്. ഭയങ്കര ഫ്ലെക്സിബിലിറ്റി കുറവാണെങ്കിൽ അവർ ഫ്ലെക്സിബിൾ ആകുന്നു. നെക്സ്റ്റ് കാർഡ് എന്താ, ട്രൂ ലവ്. ഓ, അവർ ട്രൂ ലവ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുകയാണ്. ഈ ലോകത്ത് ട്രൂ ലവ് ഇല്ലാന്നാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ അവരെ അത് മനസ്സിലാക്കി കൊടുത്തു. ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ്, മേ ബി അവർ അകലെയാണെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരിവിടുന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ട്രാവലിംഗ് കാണിക്കുന്നു ആൻഡ് ഡേറ്റിംഗ്, അവർക്ക് ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ്. നല്ല കാർഡാണ് കേട്ടോ വന്നത്. ബോട്ടം കാണിക്കുന്നത് സെക്കൻഡ് ചാൻസസ്. ഒരു ചാൻസ് കൂടിയും തരുവാണെങ്കിൽ, അല്ല ചാൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തരുമോ എന്നുള്ള ചോദ്യമാണ്. ആൻഡ് വൺ സൈഡ് ലവ്, ഒരു ഹൃദയം ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്, അതാണ് കരയുന്നത്. പുറത്ത് കാണിക്കുന്ന പോലെ അല്ല, അവർ ഇൻസൈഡ് അവർ ഭയങ്കര ഫ്രജൈലാണ്. അവർ പെട്ടെന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അവർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൈലൻ്റ് ആയിട്ട് ഓടുന്നത് അവർക്ക് അത്രയും ട്രിഗർ കൊള്ളുന്നത് കൊണ്ടാണ്. പെട്ടെന്ന് അവർ പേടിക്കും, അല്ലെങ്കിൽ വിഷമം വരും. പുറത്തൊരു കാണിക്കില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി കാണിക്കുന്നത്. വളരെ ഷോർട്ട് വീഡിയോ ആണ്, 7 minutes. നിങ്ങൾക്ക് റെസനേറ്റ് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എഗെയിൻ ഷിറ്റ്സ് എടുത്തിട്ട് നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് ഒന്ന് ഷഫിൾ ചെയ്യാണ്. സാജിറ്റേറിയസ്, മേ ബി നിങ്ങളുടെ പേഴ്സൺ സാജിറ്റേറിയസ് ആണ്, ഫയർ സൈൻ ആണ്, അതാണ് വന്നത് ആദ്യം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾക്ക് ഇവരുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. മേ ബി നിങ്ങളുമായിട്ട് എന്തോ ഒരു ആത്മബന്ധം. നെക്സ്റ്റ് കാർഡ് ലൈറ്റ്, യെസ്, അവർക്ക് നല്ല രീതിയിൽ വെളിച്ചം വരുന്നുണ്ട്. വെളിച്ചം മീൻസ് വിസ്ഡം. 19 ആണ് ആ നമ്പർ, നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആണോ 19? ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്, സാമ്പത്തികമായിട്ടും മെറ്റീരിയൽ ചേഞ്ചസ് ഒരു ലൈഫിൽ വരുന്നുണ്ട്. ചതി, ഡിസെപ്ഷൻ ആൻഡ് എൻവി, അവർക്ക് എന്തോ ചതി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കാർഡ്, പക്ഷെ അത് കറക്റ്റാണ് കേട്ടോ. ഇത് ട്രാപ്ഡ് ഇൻ ഫിയർ, അവർക്ക് ഭയങ്കര പേടിയാണ് മെയിനായിട്ട്. അവർ ആ പേടിയിൽ പെട്ടുപോയി കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹയർ സെൽഫായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് ചെയ്യുക. ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ റീഡിങ്സ് കിട്ടും കേട്ടോ. അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് എനിക്ക് ഇപ്പോൾ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നേ ബുക്കിങ്സ് ഉണ്ടായിരിക്കും. ഇതിൽ ഹീലിങ്സോ ക്ലാസ്സസോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഞാൻ ചെയ്യില്ല. സോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ഷമയോടെ ഇരിക്കണം. ഈ ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത് ക്ഷമയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഹീലിങ്സ് ചെയ്ത് നാളെ തന്നെ അതിന് റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യതയല്ല. മെല്ലെയാണ്, മേ ബി മാസങ്ങൾ എടുക്കാം. അപ്പോൾ നമ്മളതിന് ക്ഷമയോട് സറണ്ടർ ചെയ്ത് റിസീവിങ് എനർജിയിൽ ഇരിക്കണം. ഓക്കെ, മീൻസ് വെയിറ്റ് ചെയ്തിട്ടല്ല, കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെയാണ് കാണുന്നത്. സോ അതുപോലെ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനോ, കോഡ് കട്ടിങ്സ്, അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളോട് എൻ്റെ ഒരെണ്ണം ഹെയർ ഗ്രോത്ത് ബ്രേസ്ലെറ്റ് ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഒരെണ്ണം ഞാൻ പെട്ടെന്ന് 2 ഓർഡർ ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. ഒരാൾ ചോദിച്ചിരുന്നു, പിന്നെ മെസ്സേജ് ഒന്നും കണ്ടില്ല. താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഷിപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഷിപ്പ് ചെയ്ത് തരുന്നത്, ക്ലൻസൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. താല്പര്യമുള്ളവർ, മുടി നന്നായിട്ട് ഗ്രോത്ത് വേണം എന്നുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ആ ക്രിസ്റ്റൽ കേട്ടോ. അതുപോലെ ടാരോ കോഴ്സ്
സ്റ്റാർട്ട് ചെയ്ത് 14th ഈ 7th സബ് കോൺഷ്യസ് ഹീലിംഗ് പ്രോഗ്രാം ഉണ്ട്. വളരെയധികം ലൈഫിൽ ബ്ലോക്ക് ആയവരാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ്, ഇത്ര നാൾ ഞാൻ വാട്സപ്പിൽ മെറ്റീരിയൽസ് കൊടുക്കുമായിരുന്നു. ഗൂഗിൾ മീറ്റ് ആണ്. ഡയറക്റ്റായിട്ട് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഹീൽ ചെയ്യാനും നിങ്ങളുടെ ഇഷ്യൂസസ് പറഞ്ഞു തരാനും അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാനും എനിക്ക് സാധിക്കും. അപ്പോൾ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരൊന്ന് ജോയിൻ ചെയ്യുക, ലൈക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുക. കാരണം ഇതൊക്കെ വേണ്ടി വരും, കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെക്കേണ്ടി വരും. ചെക്കൊക്കെ വേണ്ടി വരും. മണി ഹീലിംഗ് ഉണ്ട് അതിൽ, മണി ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ഉണ്ട്, ഇന്നർ ചൈൽഡ് ഇഷ്യൂസസ് ഹീലിംഗ് എല്ലാം ഉണ്ടായിരിക്കും പക്കയായിട്ട്. സോ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. കാരണം മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യും. മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ഒരു ലൈവ് മെഡിറ്റേഷൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ലൈവ് മെഡിറ്റേഷൻസ് ഒക്കെ വളരെയധികം പ്രയോജനമാണെന്ന് പറയാറുണ്ട്. നല്ല ഹീലിംഗ് കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് ഇങ്ങനെ സബ് കോൺഷ്യസ് ഡയറക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹീലിങ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്പർ താഴെ കൊടുക്കുക, അതിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.